നന്മ ചെയ്യുന്നവർക്ക് എന്നും തിരിച്ചടികൾ മാത്രമേ ലഭിക്കൂ എന്ന് വിശ്വസിക്കുന്നവർ ഈ കഥ തീർച്ചയായും കേൾക്കണം. നേരം സന്ധ്യ കഴിഞ്ഞു. കനത്ത മഴ പെയ്യുന്നുണ്ട്. മുരളി തൻ്റെ പഴയ സൈക്കിളിൽ തളർന്നു വരികയാണ്. ശാരദേട്ടത്തിയുടെ വീട്ടിൽ നിന്നും പാൽ വാങ്ങി വീട് വീടാന്തരം നടന്നു വിറ്റു. പക്ഷേ ഇന്ന് ആരും പണം നൽകിയില്ല. എല്ലാവർക്കും പറയാൻ ഓരോ കാരണങ്ങൾ മാത്രം. വീട്ടിൽ മക്കൾ വിശന്ന് കാത്തിരിക്കുകയാണ്. അച്ഛൻ വരുമ്പോൾ എന്തെങ്കിലും കിട്ടുമെന്ന് അവർ കരുതും. ഈ 10 രൂപ കൊണ്ട് എന്ത് വാങ്ങാനാണ്? കുറച്ച് അരി വാങ്ങാൻ പോലും തികയില്ലല്ലോ എൻ്റെ ഈശ്വര. കയ്യിലുള്ള ആ 10 രൂപ തുട്ടിലേക്ക് നോക്കി നിൽക്കുമ്പോഴാണ് റോഡിൻ്റെ വശത്ത് ആൾക്കൂട്ടം കണ്ടത്. അദ്ദേഹം പെട്ടെന്ന് അവിടേക്ക് കടന്നു ചെന്നു. അവിടെ കണ്ട കാഴ്ച അദ്ദേഹത്തെ ഞെട്ടിച്ചു. ചോരയിൽ കുളിച്ച് ഒരു യുവാവ് അവിടെ കിടക്കുന്നു. ആളുകൾ ചുറ്റും കൂടി നിൽക്കുന്നുണ്ട്. മൊബൈലിൽ വീഡിയോ എടുക്കുന്നു ചിലർ. പക്ഷേ ആരും തൊടുന്നില്ല. ആരെങ്കിലും ഒന്ന് സഹായിക്കൂ, ഇയാൾക്ക് ജീവനുണ്ട്, ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ നമുക്ക്. മുരളി എല്ലാവരോടുമായി പറഞ്ഞു. ഹേയ്, ഇതിലൊന്നും ഇടപെടാൻ ഞാനില്ല. ഇതൊക്കെ പോലീസ് കേസാണ്. വെറുതെ എന്തിനാ പുലിവാല് പിടിക്കുന്നത്? മുരളിയുടെ നെഞ്ചു പിടഞ്ഞു. തൻ്റെ കയ്യിലുള്ള ആ 10 രൂപ അയാൾ മുറുകെ പിടിച്ചു. പെട്ടെന്ന് ഒരു ഓട്ടോറിക്ഷ വരുന്നത് കണ്ട് അയാൾ കൈ കാണിച്ചു. ഓട്ടോക്കാരൻ വണ്ടി നിർത്തി. പക്ഷേ പരിക്കേറ്റ ആളെ കണ്ടതും അയാൾ മുഖം തിരിച്ചു. ഇല്ല, എനിക്ക് കേസിലും കൂട്ടത്തിലും ഒന്നും വരാൻ വയ്യ. അനിയ, നിന്റെ കാല് ഞാൻ പിടിക്കാം. ഇയാളെ ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കൂ. എൻ്റെ കൈവശം ഈ 10 രൂപയേ ഉള്ളൂ. ഇന്ന് പാൽ വിറ്റ് കിട്ടിയ ആകെ വരുമാനം ഇതാണ്. ഇത് ഞാൻ നിനക്ക് തരാം. നീ ഒന്ന് വണ്ടിയെടുക്ക്. ഇത് കേട്ട് ഓട്ടോക്കാരൻ ദേഷ്യത്തോടെ പറഞ്ഞു. നീ എന്തായി പറയുന്നത്? 10 രൂപയ്ക്ക് വേണ്ടിയാണോ ഞാനിത് ചെയ്യുന്നത്? ഇത് പോലീസ് കേസായാൽ വലിയ പുലിവാലാകും. സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ടി വരും. ഇത് കേട്ട് മുരളി ദൃഢനിശ്ചയത്തോടെ പറഞ്ഞു. എന്ത് പുലിവാലുണ്ടെങ്കിലും ഞാൻ ഏറ്റെടുത്തോളാം. പോലീസ് ചോദിച്ചാൽ ഞാൻ മറുപടി പറഞ്ഞോളാം. എൻ്റെ പേര് ഞാൻ കൊടുത്തോളാം. പക്ഷേ ഈ മകൻ ഇവിടെ കിടന്ന് മരിക്കരുത്. എൻ്റെ മക്കളുടെ സത്യം. ഞാൻ നിന്നെ ഒരു കുഴപ്പത്തിലും ചാടിക്കില്ല. മുരളിയുടെ ആത്മാർത്ഥത കണ്ട് ഓട്ടോക്കാരൻ സമ്മതിച്ചു. മുരളി ആ യുവാവിനെ താങ്ങി പിടിച്ച് ഓട്ടോയിൽ കയറ്റി. ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ മുരളി തൻ്റെ കയ്യിലെ ആ 10 രൂപ തൊട്ട് ഓട്ടോക്കാരൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തു. അത് വാങ്ങുമ്പോൾ ആ ഓട്ടോക്കാരൻ്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഡോക്ടർമാരും നഴ്സുമാരും ഓടി വന്നു. അവനെ സ്ട്രെച്ചറിൽ കിടത്തി കൊണ്ടുപോകുമ്പോൾ മുരളി ഹോസ്പിറ്റലിൻ്റെ വരാന്തയിൽ ആ ചോര പുരണ്ട വസ്ത്രങ്ങളുമായി തളർന്നിരുന്നു. തൻ്റെ മക്കൾക്ക് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് വാങ്ങാൻ വെച്ച പണം തീർന്നു. വസ്ത്രത്തിലാകെ ചോര. എങ്കിലും അയാളുടെ ഉള്ളിൽ ഒരു വലിയ ആശ്വാസമുണ്ടായിരുന്നു. ആശുപത്രിയുടെ അത്യാഹിത വിഭാഗത്തിന് മുന്നിലെ നീളൻ വരാന്തയിൽ മുരളി തളർന്നിരുന്നു. അയാളുടെ മുണ്ടിലും ഷർട്ടിലും ആ യുവാവിൻ്റെ ചോര പറ്റിപ്പിടിച്ചിരുന്നു. കയ്യിൽ പാൽപാത്രങ്ങൾ. ചുറ്റുമുള്ളവർ ആ ചോര പുരണ്ട വസ്ത്രം കണ്ട് അറപ്പോടെ അയാളെ നോക്കി മാറുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് ആശുപത്രിയുടെ മുറ്റത്തേക്ക് വലിയ ശബ്ദത്തോടെ കാറുകൾ പാഞ്ഞു വന്നത്. കാറുകളിൽ നിന്ന് പരിഭ്രമിച്ച മുഖത്തോടെ കുറച്ച് സമ്പന്നരായ ആളുകൾ ഇറങ്ങി ഓടി വന്നു. എവിടെ? എൻ്റെ മകനെവിടെ? ഡോക്ടർ, അവൻ എങ്ങനെയുണ്ട്? നേഴ്സുമാർ അവരെ അകത്തേക്ക് കൊണ്ടുപോയി. ആശുപത്രിയിൽ ആകെ ബഹളമായി. ആ യുവാവ് ഒരു വലിയ ബിസിനസ് ഗ്രൂപ്പിൻ്റെ ഏക അവകാശിയാണെന്ന് അവിടെയുള്ളവരുടെ സംസാരത്തിൽ നിന്ന് മുരളിക്ക് മനസ്സിലായി. അവനെ രക്ഷിക്കാൻ ലോകത്തിലെ ഏറ്റവും വലിയ ഡോക്ടർമാരെത്തുമെന്ന് അവർ പറയുന്നത് അയാൾ കേട്ടു. മുരളി പതുക്കെ എഴുന്നേറ്റു. അയാളുടെ ഉള്ളിൽ ഒരു സംതൃപ്തി ഉണ്ടായിരുന്നു. അവൻ സുരക്ഷിതനായി. അവൻ്റെ ആളുകളെത്തി. ഇനി ഞാനിവിടെ നിന്നിട്ട് കാര്യമില്ല. പോലീസുകാർ വന്നാൽ ഒരുപക്ഷെ വീട്ടിൽ വിശന്നിരിക്കുന്ന മക്കളുടെ അടുത്തേക്ക് എത്താൻ വൈകും. ആരോടും ഒന്നും പറയണ്ട. ചെയ്തത് ഒരാളെ സഹായിക്കാനല്ലേ? ഒരു നന്ദി വാക്കിന് പോലും കാത്തു നിൽക്കാതെ ആ വലിയ മനുഷ്യരുടെ ആൾക്കൂട്ടത്തിനിടയിലൂടെ പതുക്കെ മുരളി നടന്നു നീങ്ങി. ആശുപത്രിയുടെ വലിയ ഗേറ്റിലൂടെ പുറത്തേക്ക് കടക്കുമ്പോൾ മഴ തോർന്നിരുന്നു. കയ്യിൽ പണമില്ല. മക്കൾക്ക് നൽകാൻ ബിസ്ക്കറ്റില്ല. എങ്കിലും ആ വലിയ ആശുപത്രിയുടെ തിളക്കമുള്ള വെളിച്ചത്തിൽ നിന്നും തൻ്റെ കൊച്ചു കൂരയിലെ ഇരുട്ടിലേക്ക് അയാൾ നടന്നു മറഞ്ഞു. വീട്ടിലെത്തിയ മുരളിയെ മക്കൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. അച്ഛാ, എന്തെങ്കിലും വാങ്ങിയോ? അനിയന് വല്ലാതെ വിശക്കുന്നു. മുരളി ഒന്നും മിണ്ടിയില്ല. അയാൾ മക്കളെ ചേർത്ത് പിടിച്ചു. അന്ന് രാത്രി ആ മക്കൾ വിശപ്പ് സഹിക്കാൻ വയ്യാതെ കരഞ്ഞപ്പോൾ മുരളി തൻ്റെ ഭാര്യയുടെ ഫോട്ടോ നോക്കി വിതുമ്പി. ക്ഷമിക്കണം മക്കളെ, അച്ഛൻ്റെ കയ്യിൽ 10 രൂപ ഉണ്ടായിരുന്നു. പക്ഷേ ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ അത് കൊടുക്കേണ്ടി വന്നു. നമുക്ക് ദൈവം ഒരു വഴി കാണിച്ചു തരും. ആ 10 രൂപയുടെ കുറവ് അന്ന് രാത്രി അവരെ വല്ലാതെ വേദനിപ്പിച്ചു. ആ രാത്രിയിലെ പട്ടിണി മുരളിയുടെ മനസ്സിൽ ഒരു വലിയ ഉണങ്ങാത്ത മുറിവായി മാറി. ഈ സമയം ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിലെ ആ ചുവന്ന ലൈറ്റ് കത്തുമ്പോൾ അകത്ത് അഭിജിത്തിൻ്റെ ജീവനായി ഡോക്ടർമാർ മല്ലിടുകയായിരുന്നു. അഭിജിത്ത് വെറുമൊരു യുവാവായിരുന്നില്ല. കേരളത്തിലെ പ്രമുഖ ബിസിനസ് ഗ്രൂപ്പായ റോയൽ ഇൻഡസ്ട്രീസിൻ്റെ ഏക അവകാശി. അച്ഛൻ ശേഖരൻ പിള്ളയുടെയും അമ്മ സുമിത്രയുടെയും ലോകം അവനായിരുന്നു.
വിദേശത്ത് ഉപരിപഠനം കഴിഞ്ഞ് തിരിച്ചെത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ അവൻ. അഹങ്കാരമില്ലാത്ത, പാവങ്ങളെ സഹായിക്കുന്ന സ്വഭാവം. അന്ന് രാത്രി ബിസിനസ് കഴിഞ്ഞ് സ്വന്തമായി കാർ ഓടിച്ച് വരുമ്പോഴാണ് നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ചത്. കാർ തകർന്ന് തരിപ്പണമായി. നാട്ടുകാർ ഓടിക്കൂടിയെങ്കിലും പോലീസ് കേസാകുമെന്ന് പേടിച്ച് ആരും തൊട്ടില്ല. ബോധം പറയുന്നതിന് മുമ്പ് അഭിജിത്ത് കണ്ടത് മഴയത്ത് തനിക്ക് നേരെ നീളുന്ന വിറയ്ക്കുന്ന 2 കൈകളായിരുന്നു. ആശുപത്രിയിലെ ഏറ്റവും മികച്ച ഡോക്ടർമാരുടെ സംഘം അഭിജിത്തിനെ പരിശോധിച്ചു. ശേഖരൻ പിള്ളയും ഭാര്യയും കരഞ്ഞുകൊണ്ട് വരാന്തയിൽ കാത്തിരുന്നു. ഡോക്ടർ വർമ്മ പുറത്തേക്ക് വന്നു. ശേഖരൻ സാർ, അഭിജിത്തിന് വല്ലാതെ രക്തം നഷ്ടപ്പെട്ടിട്ടുണ്ട്. തലയ്ക്ക് നല്ല ആഘാതമേറ്റിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം സമ്മതിച്ചേ പറ്റൂ. അവനെ ഇവിടെ എത്തിച്ച ആ മനുഷ്യൻ ശരിക്കും ഒരു അത്ഭുതമാണ്. ചോര വാർന്ന് പകുതി ജീവൻ പോയ അവസ്ഥയിലായിരുന്നു അവൻ. ഒരു 5 മിനിറ്റ് കൂടി റോഡിൽ കിടന്നിരുന്നെങ്കിൽ രക്ഷിക്കാൻ കഴിയില്ലായിരുന്നു. കൃത്യസമയത്ത് അവനെ ഇവിടെ എത്തിച്ച ആ ആളാണ് ശരിക്കും അവനെ രക്ഷിച്ചത്. ICUവിലെ വെന്റിലേറ്ററിനുള്ളിൽ കിടക്കുമ്പോൾ അഭിജിത്തിന്റെ ഉപബോധ മനസ്സിൽ ചില ശബ്ദങ്ങൾ മുഴങ്ങുന്നുണ്ടായിരുന്നു. അനിയ, നിന്റെ കാല് ഞാൻ പിടിക്കാം. ഈ 10 രൂപയെ എൻ്റെ കയ്യിലുള്ളൂ. നീ വണ്ടിയെടുക്ക്. ഈ മകൻ ഇവിടെ കിടന്ന് മരിക്കരുത്. മരുന്നിൻ്റെ മയക്കത്തിലും ആ 10 രൂപയെക്കുറിച്ചുള്ള വാചകങ്ങൾ അവൻ്റെ ഉള്ളിൽ തറച്ചു നിന്നു. തന്നെ രക്ഷിക്കാൻ ഒരാൾ തൻ്റെ മക്കളുടെ വിശപ്പ് മാറ്റാൻ വെച്ച പണമാണ് നൽകിയതെന്ന സത്യം അവൻ്റെ ആത്മാവിനെ സ്പർശിച്ചു. കുറച്ച് ദിവസത്തെ തീവ്ര പരിചരണത്തിന് ശേഷം അഭിജിത്ത് കണ്ടു തുറന്നു. മുറിയിൽ അച്ഛനും അമ്മയും ഡോക്ടറും ഉണ്ടായിരുന്നു. അവന് സംസാരിക്കാൻ വല്ലാത്ത പ്രയാസമുണ്ടായിരുന്നു. എങ്കിലും അവൻ ചോദിച്ചതൊന്നേയുള്ളൂ, അച്ഛാ, എന്നെ കൊണ്ടുവന്ന ആ ആളെവിടെ? മോനെ, നീ വിഷമിക്കേണ്ട. പേരോ വിവരമോ തരാതെ അയാൾ പോയി. നമുക്ക് അയാളെ കണ്ടുപിടിക്കാം. അയാൾക്ക് എത്ര പണം വേണമെങ്കിലും നൽകാം. ഇത് കേട്ട് അഭിജിത്ത് തളർച്ചയോടെ പറഞ്ഞു, അല്ലച്ചാ, പണമല്ല. അയാൾ എനിക്ക് നൽകിയത് അദ്ദേഹത്തിൻ്റെ ജീവിതമാണ്. ആ 10 രൂപയുടെ വില എത്ര കോടി കൊടുത്താലും തീരില്ല. എനിക്ക് അയാളെ നേരിട്ട് കാണണം. ആശുപത്രിയിൽ കിടന്ന ആ ദിവസങ്ങളിൽ അഭിജിത്ത് ഒരു പ്രതിജ്ഞയെടുത്തു. തൻ്റെ ജീവൻ രക്ഷിച്ച ആ മനുഷ്യനെ കണ്ടെത്തി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ എല്ലാ കണ്ണുനീരും തുടയ്ക്കണമെന്ന്. തന്നെ മരണത്തിൽ നിന്ന് തിരികെ കൊണ്ടുവന്നത് ആ ഡോക്ടർമാരല്ല, മറിച്ച് ആ 10 രൂപയുടെ നന്മയാണെന്ന് അവൻ വിശ്വസിച്ചു. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിലെത്തിയപ്പോൾ അഭിജിത്ത് പഴയ അഭിജിത്തായിരുന്നില്ല. തൻ്റെ ജീവിതത്തിന് ആ ആരോ അജ്ഞാതനായ മനുഷ്യൻ നൽകിയ വില എത്ര വലുതാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അഭിജിത്ത് ആദ്യം ചെയ്തത് ആ പഴയ ഓട്ടോക്കാരനെ കണ്ടെത്തുകയായിരുന്നു. തൻ്റെ അച്ഛൻ്റെ ബിസിനസ് സ്വാധീനം വെച്ച് ആ രാത്രിയിലെ ഓട്ടോ ഡ്രൈവർമാരെ മുഴുവൻ അവൻ ലിസ്റ്റ് ചെയ്തു. പക്ഷേ ആ ഓട്ടോക്കാരനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പോലീസ് കേസിലും പുലിവാലിലും പേടിച്ച് ആ ഓട്ടോക്കാരൻ പിറ്റേന്ന് തന്നെ ആ നഗരം വിട്ട് തൻ്റെ ഗ്രാമത്തിലേക്ക് പോയിരുന്നു. അഭിജിത്ത് തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനോടായി പറഞ്ഞു, ഡാ, എനിക്ക് എത്ര പണമെങ്കിലും ചിലവാക്കാം. പക്ഷേ ആ മനുഷ്യനെ എനിക്ക് കണ്ടെത്തണം. മഴ നനഞ്ഞ ആ രൂപം ഇപ്പോഴും എൻ്റെ കൺമുന്നിലുണ്ട്. ആ 10 രൂപ തൊട്ട് അയാൾ ആ ഓട്ടോക്കാരൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തപ്പോൾ ഉണ്ടായ ആ ശബ്ദം, അതുപോലും എൻ്റെ കാതിൽ ഇപ്പോഴും മുഴങ്ങുന്നത് പോലെ. അന്വേഷണങ്ങൾ ഓരോന്നും പരാജയപ്പെടുമ്പോൾ അഭിജിത്ത് തളർന്നു. നിരാശനായി അവൻ വീണ്ടും ലണ്ടനിലേക്ക് പോയി ബിസിനസ് മാനേജ്മെൻറ്റ് പഠിച്ചു. തിരിച്ചു വന്ന് കമ്പനിയുടെ തലപ്പത്തെത്തി. അങ്ങനെ വർഷങ്ങൾ കൊഴിഞ്ഞുപോയി. അവൻ വിവാഹിതനായി. അവനൊരു മകനുണ്ടായി. എന്നിട്ടും തന്നെ രക്ഷിച്ചു വേണ്ട ആ ആൾക്കു വേണ്ടിയുള്ള അന്വേഷണം അവൻ തുടർന്നു. പലരും അവനെ കളിയാക്കി. ഇത്രയും കാലമായില്ലേ അഭിജിത്ത്? അയാൾ ചിലപ്പോൾ മരിച്ചിട്ടുണ്ടാകും. അല്ലെങ്കിൽ അയാൾ നിന്നെ മറന്നിട്ടുണ്ടാകും. എന്തിനാ വെറുതെ സമയം കളയുന്നത്? അഭിജിത്തിൻ്റെ മറുപടി എല്ലാവരെയും ഞെട്ടിച്ചു. അയാൾ എന്നെ മറന്നിട്ടുണ്ടാകാം. പക്ഷേ എനിക്ക് മറക്കാൻ കഴിയില്ല. അയാൾ തന്നത് ആ 10 രൂപ മാത്രമല്ല, എനിക്ക് ഈ ലോകം കാണാനുള്ള അവസരമാണ്. ആ കടം എനിക്ക് വീട്ടണം. ഒടുവിൽ ദൈവം ഇടപെട്ടു. അഭിജിത്തിൻ്റെ കമ്പനി പുതിയൊരു പ്രോജക്റ്റിൻ്റെ ഭാഗമായി ഒരു ഗ്രാമത്തിലെ ഭൂമി ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. അവിടെ സർവേക്ക് പോയ ജീവനക്കാർ ഒരു പഴയ വീടിൻ്റെ മുന്നിൽ ജപ്തി നോട്ടീസ് പതിക്കുന്നത് കണ്ടു. ആ വീടിൻ്റെ ഉടമ ഒരു വൃദ്ധനായിരുന്നു. ആ ഗ്രാമത്തിലെ ആ ചായക്കടയിലിരുന്നപ്പോൾ സർവേയർമാർ കേട്ടത് അവിടുത്തെ നാട്ടുകാരുടെ സംസാരമാണ്. പാവം മുരളിയേട്ടൻ, മക്കളെ നോക്കാൻ അദ്ദേഹം സഹിച്ച കഷ്ടപ്പാട് ഈ നാട്ടുകാർക്കറിയാം. സ്വന്തം മക്കൾക്ക് ആഹാരം വാങ്ങാൻ വെച്ച 10 രൂപ കൊണ്ട് ഒരാളെ രക്ഷിക്കാൻ പോയ മനുഷ്യനാ. ആ നന്മയ്ക്കൊന്നും ആരും ഒരു വിലയും നൽകുന്നില്ലല്ലോ. അതെ, ആ സർവേയർമാർ പറഞ്ഞത് നമ്മുടെ പഴയ മുരളിയേട്ടനെക്കുറിച്ച് തന്നെയാണ്. ആശുപത്രിയിൽ നിന്ന് ഒരു നന്ദി വാക്കിന് പോലും കാത്തു നിൽക്കാതെ ഇറങ്ങി നടന്ന ആ രാത്രിക്ക് ശേഷം മുരളിയുടെ ജീവിതം ഒരു വലിയ അഗ്നിപരീക്ഷയായിരുന്നു. ഭാര്യയുടെ മരണശേഷം മക്കളെ വളർത്താൻ അദ്ദേഹം തൻ്റെ ആയുസ് മുഴുവൻ ഹോമിച്ചു. പുലർച്ചെ 4 മണിക്ക് ശാരദേട്ടത്തിയുടെ വീട്ടിൽ നിന്നും പാൽ വാങ്ങി തുടങ്ങുന്ന യാത്ര മഴയത്തും വെയിലത്തും ആ പഴയ സൈക്കിളിൽ കിലോമീറ്ററുകളോളം അയാൾ ചവിട്ടി. മക്കൾ നന്നായി ജീവിക്കട്ടെ എന്ന് കരുതി കയ്യിലുണ്ടായിരുന്ന ചെറിയ സമ്പാദ്യവും കടം വാങ്ങിയ തുകയും ചേർത്ത് അയാൾ അവർക്ക് നല്ല ആലോചനകൾ കണ്ടെത്തി. പക്ഷേ ആ വിവാഹങ്ങൾ മുരളിയെ വലിയൊരു കടക്കണിയിലാണ് തള്ളിയിട്ടത്. മക്കളുടെ വിവാഹത്തിന് വാങ്ങിയ പണം പലിശ കയറി ലക്ഷങ്ങളായി. ഇതിനിടയിൽ ഇളയ മകൻ അപകടം പറ്റി. ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയായി.
പഴയതുപോലെ സൈക്കിൾ ചവിട്ടാനാവതില്ല. ശാരദേട്ടത്തിയുടെ വീട്ടിലെ പശുക്കൾ കുറഞ്ഞതോടെ ആ വരുമാനവും നിലച്ചിരുന്നു. പലിശക്കാരൻ ദാമോദരൻ ഒരു കരുണയുമില്ലാത്തവനായിരുന്നു. ആ ഗ്രാമത്തിലെ എല്ലാവർക്കും ദാമോദരൻ എന്നത് പേടി സ്വപ്നമായിരുന്നു. പണമില്ലാത്തവന്റെ കണ്ണുനീരിന് അവിടെ വിലയുണ്ടായിരുന്നില്ല. പലിശയ്ക്ക് പണം നൽകി പാവപ്പെട്ടവന്റെ വീടും പുരയിടവും എഴുതി വാങ്ങുന്ന ദാമോദരന് മനസാക്ഷി എന്നത് തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒന്നായിരുന്നു. അയാൾക്ക് മുന്നിൽ മുരളിയെപ്പോലുള്ള പാവ മനുഷ്യർ വെറും ഇരകൾ മാത്രമായിരുന്നു. മക്കളെ വളർത്താൻ മുരളി വാങ്ങിയ ആ ചെറിയ തുക ദാമോദരൻ തന്റെ കണക്ക് പുസ്തകത്തിൽ ഇരട്ടിയും പലിശയുമായി പെരുപ്പിച്ചു. പണമില്ലെങ്കിൽ പടിയിറങ്ങണം എന്നതായിരുന്നു ദാമോദരന്റെ നിയമം. പലിശക്കാരൻ ദാമോദരൻ ഒരു കരുണയുമില്ലാതെ പറഞ്ഞു, നാളെ വൈകുന്നേരത്തിനുള്ളിൽ പണം തന്നില്ലെങ്കിൽ നിന്റെ ഈ കുടിലിൽ നിന്ന് നിന്നെയും മകനെയും ഞാൻ ഇറക്കിവിടും. മുരളി തന്റെ പഴയ പാൽപാത്രങ്ങൾ ഒരു മൂലയിൽ ഒതുക്കി വെച്ചു. മകനെ നോക്കി അയാൾ തേങ്ങി. മോനെ, നിനക്കൊരു വീട് പോലും വെച്ചു തരാൻ ഈ അച്ഛന് കഴിഞ്ഞില്ലല്ലോ. നമ്മൾ എവിടെ പോകും? ആ ഗ്രാമത്തിലെ എല്ലാവർക്കും മുരളിയുടെ നന്മ അറിയാമായിരുന്നു. പക്ഷേ സഹായിക്കാൻ ആർക്കും കഴിയുമായിരുന്നില്ല. വീട് വിട്ടിറങ്ങാൻ നിശ്ചയിച്ച ആ ദിവസം രാവിലെ മുരളി കുളിച്ച് തന്റെ പഴയ വസ്ത്രം ധരിച്ചു. അയാൾക്ക് ആരോടും പരാതിയില്ലായിരുന്നു. എൻ്റെ ആയുസ്സിൽ ഞാൻ ആരെയും ദ്രോഹിച്ചിട്ടില്ല. എനിക്ക് ഇതിലും വലിയ പരീക്ഷണങ്ങൾ തരുന്നുണ്ടെങ്കിൽ അത് ഞാൻ ഏറ്റുവാങ്ങാൻ തയ്യാറാണ്. മുരളി തന്റെ ചെറിയ ബാഗ് തൂക്കി മുറ്റത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് പലിശക്കാരൻ ദാമോദരൻ വീണ്ടും വന്നത്. ദാമോദരൻ പുച്ഛത്തോടെ മുരളിയേട്ടനോട് പറഞ്ഞു, മക്കളെ വളർത്തിയ തറവാടുത്തം പറയുന്ന നിനക്ക് ഇന്ന് തലചായ്ക്കാൻ ഒരിടമില്ലാതെ പോയല്ലോ. നിന്റെ ഈ പിച്ചപാത്രവും എടുത്ത് വേഗം ഇറങ്ങിക്കോ. ഈ വീടിന്റെ കട്ടിളയിൽ നീ ഇനി തൊട്ടുപോകരുത്. നിന്റെ ശകുനം കെട്ട മുഖം കണ്ടുകൊണ്ടാണ് ഞാനിന്ന് എഴുന്നേറ്റത് തന്നെ. ദാമോദരൻ സാറേ, മുരളിയേട്ടൻ കരഞ്ഞുകൊണ്ട് ദാമോദരനോട് പറഞ്ഞു, ഈ വയസ്സുകാലത്ത് എൻ്റെ ഈ രോഗിയായ മകനെയും കൊണ്ട് ഞാൻ എങ്ങോട്ട് പോകും? കുറച്ച് ദിവസം കൂടി തരൂ. ഇത് കേട്ട് ദാമോദരൻ മുരളിയേട്ടന്റെ നെഞ്ചത്ത് തള്ളിക്കൊണ്ട് പറഞ്ഞു, നിന്റെ ഈ കരച്ചിൽ കേട്ട് അലിയുന്ന മനസ്സല്ല ദാമോദരൻ്റേത്. പണമില്ലെങ്കിൽ പടിയിറങ്ങണം. നിന്റെ ഭാര്യ ചത്തപ്പോൾ നീ അനുഭവിച്ചതിനേക്കാൾ വലിയ ദാരിദ്ര്യം നീ ഇനി അനുഭവിക്കാൻ പോകുന്നതേയുള്ളൂ. നിനക്കൊക്കെ എന്തിനാടാ നന്മ? ആർക്കോ വേണ്ടി 10 രൂപ കളഞ്ഞ നിനക്ക് ഇന്ന് 1 രൂപ തരാൻ ഈ നാട്ടിൽ ആരെങ്കിലും ഉണ്ടോ? ദാമോദരൻ മുരളിയേട്ടന്റെ പഴയ പാൽപാത്രം കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ചു. ആ പാത്രം മുറ്റത്തെ കല്ലിൽ തട്ടി ശബ്ദമുണ്ടാക്കി വീണു. അയാൾ മുരളിയേട്ടന്റെ കയ്യിൽ നിന്നും താക്കോൽ ബലമായി പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചു. ഗ്രാമവാസികൾ നോക്കി നിൽക്കുന്നുണ്ടെങ്കിലും ആരും പ്രതികരിക്കുന്നില്ല. ഇറങ്ങടാ പുറത്ത്. മര്യാദയ്ക്ക് പറഞ്ഞപ്പോൾ നീ കേട്ടില്ലല്ലോ. ഇനി ഈ പടിവാതുക്കൾ നിന്നെ കണ്ടാൽ നിന്റെ കാല് ഞാൻ തല്ലിയൊടിക്കും. മുരളിയേട്ടൻ നിലത്തിരുന്ന് പൊട്ടിക്കരഞ്ഞു. പെട്ടെന്ന് കാതടിപ്പിക്കുന്ന ശബ്ദത്തോടെ ആഡംബര കാറുകൾ അവിടേക്ക് വന്നു നിന്നു. ഗ്രാമവാസികൾ അത് കണ്ട് വഴിയൊരുക്കി നിന്നു. കാറിൽ നിന്ന് അഭിജിത്ത് ഇറങ്ങുന്നത് ഒരു ഹീറോയെ പോലെയായിരുന്നു. അഭിജിത്ത് പലിശക്കാരനോടായി അലറി, നിർത്തൂ, ആ താക്കോൽ ഇങ്ങോട്ട് തന്നേക്കൂ. പലിശക്കാരൻ അന്തം വിട്ടു നിൽക്കെ അഭിജിത്ത് മുരളിയേട്ടന്റെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു. അയാളുടെ ആ കീറിപ്പറഞ്ഞ മുണ്ടിലും മുഷിഞ്ഞ വസ്ത്രത്തിലും പിടിച്ചുകൊണ്ട് അഭിജിത്ത് കരഞ്ഞു. അമ്മാവാ, എന്നെ മനസ്സിലായില്ലേ? ചോര വാർന്ന റോഡിൽ കിടന്ന ആ പാവം പയ്യനാണ് ഞാൻ. അന്ന് അമ്മാവൻ ആ ഓട്ടോക്കാരനോട് പറഞ്ഞ വാക്കുകൾ എൻ്റെ കാതിൽ ഇപ്പോഴും മുഴങ്ങുന്നുണ്ട്. എൻ്റെ ഈ മകൻ ഇവിടെ കിടന്ന് മരിക്കരുതെന്ന്. അന്ന് അമ്മാവൻ നൽകിയ ആ 10 രൂപയാണ് ഇന്നെന്നെ ഈ നിലയിൽ എത്തിച്ചത്. മുരളിയേട്ടൻ ആകെ തളർന്നുപോയി. അയാൾ അഭിജിത്തിന്റെ മുഖം കൈകളിൽ കോരിയെടുത്തു. വിതുമ്പലോടെ പറഞ്ഞു, മോനെ, നീ ജീവനോടെ ഉണ്ടല്ലോ. എനിക്കത് മതി. നീ സുഖമായിരിക്കുന്നു എന്ന് അറിഞ്ഞത് തന്നെ വലിയൊരു പുണ്യമാണ്. അഭിജിത്ത് പലിശക്കാരന് നേരെ തിരിഞ്ഞു. ഇദ്ദേഹം നിങ്ങൾക്ക് എത്ര രൂപയാണ് തരാനുള്ളത്? ലക്ഷങ്ങളോ അതോ കോടികളോ? എത്രയാണെങ്കിലും ഇതാ ഇപ്പോൾ തന്നെ സെറ്റിൽ ചെയ്യാം. പക്ഷേ ഒരു കാര്യം, ഇത്രയും കാലം ഈ മനുഷ്യനെ നിങ്ങൾ ദ്രോഹിച്ചതിന് ഇദ്ദേഹത്തോട് നിങ്ങൾ മാപ്പ് പറയണം. അഭിജിത്ത് അപ്പോൾ തന്നെ പണം നൽകി ആധാരം വാങ്ങി. പക്ഷേ അയാൾ അത് മുരളിയേട്ടന് കൈമാറിയില്ല. പകരം അത് മുരളിയേട്ടന്റെ മകന്റെ കയ്യിൽ വെച്ചു കൊടുത്തു. ഇത് നിന്റെ അച്ഛന്റെ നന്മയ്ക്ക് കിട്ടിയ സമ്മാനമാണ്. ഈ വീട് ഇനി ഇവിടെ ഉണ്ടാവില്ല. ഈ സ്ഥലത്ത് അച്ഛന്റെ പേരിൽ ഒരു വലിയ വീട് ഞാൻ വെച്ച് നൽകും. അതുവരെ അച്ഛനും മകനും എൻ്റെ കൂടെ വരണം. മുരളിയേട്ടനെ പരിഹസിച്ചവരും പൈസയ്ക്ക് വേണ്ടി പീഡിപ്പിച്ചവരും അവിടെ തടിച്ചുകൂടിയിരുന്നു. അഭിജിത്ത് ഗ്രാമവാസികൾക്ക് മുന്നിൽ വെച്ച് മുരളിയേട്ടനെ ആലിംഗനം ചെയ്തു. ഈ മനുഷ്യനെ നിങ്ങൾ പാൽക്കാരൻ മുരളി എന്ന് വിളിച്ചിരിക്കാം. പക്ഷേ എനിക്ക് ഇദ്ദേഹം ദൈവമാണ്. കയ്യിൽ ഒന്നുമില്ലാതിരുന്നിട്ടും തൻ്റെ മക്കളുടെ ആഹാരം വാങ്ങാനുള്ള പണമെടുത്ത് എന്നെ സഹായിച്ച ഈ മനുഷ്യൻ എനിക്ക് ദൈവമാണ്. അങ്ങനെ ദാമോദരന്റെ ആക്ഷേപങ്ങളിൽ നിന്നും മോചിതനായ മുരളിയേട്ടനെയും മകനെയും കൊണ്ട് അഭിജിത്തിന്റെ കാർ ഒരു വലിയ കൊട്ടാര സമാനമായ വീടിന്റെ മുന്നിൽ വന്നു നിന്നു. ഗേറ്റ് തുറന്ന് കാർ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ മുരളിയേട്ടൻ ആകെ അന്തിച്ചുപോയി. അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു കാഴ്ച കണ്ടിട്ടില്ലായിരുന്നു. പച്ചപ്പട്ടു വിരിച്ച പുൽത്തകിടിയും ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന തൂണുകളുമുള്ള ആ വീട് കണ്ടപ്പോൾ അയാൾക്ക് ശ്വാസം നിലയ്ക്കുന്നത് പോലെ തോന്നി. സ്ഫടികം പോലെ തിളങ്ങുന്ന ജനാലകളും മുറ്റത്തെ നീരുറവകളും, ഇതൊക്കെ സ്വപ്നമാണോ എന്ന് അദ്ദേഹം സംശയിച്ചു.
തൻ്റെ കാലിലെ പഴയ ഹവായ് ചെരുപ്പിലെ മണ്ണ് ആ തിളങ്ങുന്ന തറയിൽ പുരളുമോ എന്ന് അദ്ദേഹം ഭയന്നു. അദ്ദേഹം വിറയ്ക്കുന്ന ശബ്ദത്തോടെ ചോദിച്ചു, മോനെ, ഇതാണോ നിന്റെ വീട്? ഇതൊരു വീടല്ലല്ലോ, ഇതൊരു കൊട്ടാരമാണല്ലോ. ഇത്രയും വലിയ ഒരാളെയാണോ അന്ന് ഞാൻ ആ മഴയത്ത് രക്ഷിച്ചത്? എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അന്ന് ആ 10 രൂപ എടുത്ത് അമ്മാവൻ എന്നെ സഹായിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ കാണുന്നതൊന്നും ഇന്നുണ്ടാകില്ലായിരുന്നു. അന്ന് അമ്മാവൻ രക്ഷിച്ചതൊരു സാധാരണക്കാരനെയല്ല, ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലി നൽകുന്ന ഒരു സ്ഥാപനത്തെ കൂടിയാണ്. അഭിജിത്തിന്റെ അമ്മയും ഭാര്യയും കൂടി ചേർന്ന് മുരളിയേട്ടനെ സ്വീകരിച്ചു. അവർ ആ വൃദ്ധന്റെ കൈകളിൽ പിടിച്ച് അകത്തേക്ക് ആനയിച്ചു. വീടിന്റെ അകത്തളത്തിലെ തിളക്കം കണ്ട് മുരളിയേട്ടന്റെ കണ്ണുകൾ ചിമ്മി. അവിടെ ഒരു വലിയ ഭിത്തിയിൽ അഭിജിത്തിന്റെ അച്ഛന്റെ ഫോട്ടോയ്ക്ക് തൊട്ടടുത്തായി ഒരു ഫ്രെയിം ചെയ്ത ചിത്രം മുരളിയേട്ടൻ കണ്ടു. അത് കണ്ടതും മുരളിയേട്ടൻ ഞെട്ടിപ്പോയി. അതൊരു ഫോട്ടോ ആയിരുന്നില്ല, മറിച്ച് ജീവൻ തുടിക്കുന്ന ഒരു പെയിന്റിംഗ് ആയിരുന്നു. മഴയത്ത് നനഞ്ഞു കുതിർന്നു നിൽക്കുന്ന ഒരു മനുഷ്യൻ. അയാളുടെ കണ്ണുകളിൽ വേദനയും ദയയും കലർന്ന ഒരു ഭാവം. ആ മുഖം മറ്റാരുടേതുമായിരുന്നില്ല, അത് സാക്ഷാൽ മുരളിയേട്ടന്റെ ചിത്രമായിരുന്നു. മുരളിയേട്ടൻ വിറയ്ക്കുന്ന ശബ്ദത്തോടെ ചോദിച്ചു, മോനെ, ഇത് ഞാനല്ലേ? നീ എങ്ങനെയാണിത്? അന്ന് നീ ബോധമില്ലാതെ കിടക്കുകയായിരുന്നല്ലോ, നിനക്ക് എങ്ങനെ എൻ്റെ മുഖം ഓർത്തെടുക്കാൻ കഴിഞ്ഞു? അഭിജിത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ ആ ചിത്രത്തിൽ പതുക്കെ തലോടിക്കൊണ്ട് പറഞ്ഞു, അമ്മാവ, അന്ന് ആക്സിഡന്റ് കഴിഞ്ഞ് റോഡിൽ കിടക്കുമ്പോൾ എൻ്റെ ബോധം മറഞ്ഞു തുടങ്ങുകയായിരുന്നു. പക്ഷേ ആ ഇരുട്ടിലേക്ക് വീഴുന്നതിന് മുൻപ് അവസാനമായി ഞാൻ കണ്ടത് ഒരു മുഖമാണ്. എന്നെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ച ആ മുഖം. മരണത്തിന്റെ നിഴലിൽ നിൽക്കുമ്പോൾ എനിക്ക് വെളിച്ചം തന്ന ആ രൂപം എൻ്റെ മനസ്സിൽ ഒരു കനൽ പോലെ പതിഞ്ഞു പോയിരുന്നു. അഭിജിത്ത് വിതുമ്പലോടെ വീണ്ടും തുടർന്നു. ആശുപത്രിയിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷം പല രാത്രികളിലും ആ മുഖം എൻ്റെ സ്വപ്നത്തിൽ വരും. എന്നെ രക്ഷിച്ച ആ ദൈവത്തെ എനിക്ക് മറക്കാൻ കഴിയില്ലായിരുന്നു. ഞാൻ ഒരു പ്രശസ്തനായ ആർട്ടിസ്റ്റിനെ വിളിച്ചു. എൻ്റെ മനസ്സിലുള്ള ആ രൂപം, ആ കണ്ണുകളിലെ തിളക്കം എല്ലാം ഞാൻ വിവരിച്ചു കൊടുത്തു. അങ്ങനെയാണ് ഈ ചിത്രം പൂർത്തിയാക്കിയത്. അമ്മാവനെ കണ്ടെത്താൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നു. എങ്കിലും ഈ ചിത്രത്തിന് മുന്നിലെത്തുമ്പോൾ ഞാനൊന്ന് നോക്കും. മുരളിയേട്ടൻ ആ ചിത്രത്തിലേക്ക് നോക്കി വിതുമ്പി. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദാരിദ്ര്യത്തിൻ്റെ ആ രാത്രി, ലോകത്തിലെ ഏറ്റവും വലിയൊരു വീട്ടിൽ ഇത്രയും ആദരവോടെ ആരാധിക്കപ്പെടുമെന്ന് അയാൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. മുരളിയേട്ടൻ കണ്ണു തുടച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ മോനെ, ഈ ലോകത്ത് നന്മ ചെയ്യുന്നവർക്ക് ഇത്രയും വലിയ പ്രതിഫലം കിട്ടുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. അന്ന് ആ 10 രൂപ എടുക്കുമ്പോൾ എൻ്റെ മക്കളുടെ വിശപ്പായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷേ നിന്റെ ജീവൻ അതിലും വലുതാണെന്ന് എനിക്ക് തോന്നി. ഇന്ന് നീ എനിക്ക് നൽകുന്നത് ഈ ജന്മം കൊണ്ട് എനിക്ക് വീട്ടാൻ കഴിയാത്ത അത്രയും വലിയ കടമാണ്. കടം അമ്മാവൻ്റേതല്ല, എൻ്റേതാണ്. പണം കൊണ്ട് ആർക്കും ആരെയും വാങ്ങാം. പക്ഷേ സ്നേഹം കൊണ്ട് ഒരാളുടെ മനസ്സ് വാങ്ങാൻ മുരളിയേട്ടനെ പോലുള്ളവരുടെ മനസ്സ് വേണം. അന്ന് ആ റോഡിൽ ആയിരങ്ങൾ കടന്നു പോയിട്ടുണ്ട്. എല്ലാവർക്കും പണമുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ശ്വാസത്തിന് വേണ്ടി ആകെ വന്നത് ആ 10 രൂപയും ഇദ്ദേഹവും മാത്രമാണ്. ഇതൊക്കെ കേട്ട് മുരളിയേട്ടൻ നിറകണ്ണുകളോടെ പറഞ്ഞു, നീ എന്നെ ഇത്രത്തോളം സ്നേഹിച്ചിരുന്നോ മോനെ? ആ പഴയ പാൽക്കാരനെ നീ ഈ വലിയ വീട്ടിലെ ദൈവങ്ങൾക്കൊപ്പം ഇരുത്തിയല്ലോ. എൻ്റെ ഈശ്വര, ഞാൻ എന്ത് പുണ്യമാണ് ചെയ്തത്? അമ്മാവൻ ചെയ്തത് പുണ്യമല്ല, ഈ ലോകത്തിലെ ഏറ്റവും വലിയ കടമയാണ്. ആ 10 രൂപയ്ക്ക് പകരം എന്ത് നൽകിയാലും എൻ്റെ കടം തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അമ്മാവൻ്റെ മകൻ്റെ ചികിത്സ ഇനി ഇവിടെ നടക്കും. നമുക്ക് ഏറ്റവും മികച്ച ആശുപത്രിയിൽ തന്നെ പോകണം. മാസങ്ങൾക്ക് ശേഷം വിനുവിനെ മികച്ച ഡോക്ടർമാർ ചികിത്സിച്ചു. ആശുപത്രി ഉപകരണങ്ങൾക്കിടയിൽ അവൻ പതുക്കെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. ഒരു കാലത്ത് ഇനി ഒരിക്കലും എഴുന്നേൽക്കില്ല എന്ന് ലോകം വിധിയെഴുതിയ വിനു അഭിജിത്തിന്റെ സഹായത്തോടെ മികച്ച ഫിസിയോതെറാപ്പി സ്വീകരിച്ചു. വിനു പതുക്കെ ചുവടുകൾ വയ്ക്കുമ്പോൾ മുരളിയേട്ടൻ കരഞ്ഞുകൊണ്ട് കൈകൾ നീട്ടി. എൻ്റെ മോൻ നടക്കുന്നു. ദാമോദരൻ പറഞ്ഞത് ഇവൻ ഇനി ഒരിക്കലും എഴുന്നേൽക്കില്ല എന്നായിരുന്നു. പക്ഷേ നീ അവനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. മാസങ്ങൾ നീണ്ട തീവ്രമായ ചികിത്സയ്ക്കും വ്യായാമങ്ങൾക്കും ശേഷം ആ അത്ഭുതം സംഭവിച്ചു. വീൽ ചെയറിൽ ഇരുന്നിരുന്ന വിനു താങ്ങില്ലാതെ പതുക്കെ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. ഇത് കണ്ട് മുരളിയേട്ടൻ്റെ കണ്ണുകൾ നിറഞ്ഞു. മോനെ, എൻ്റെ മോൻ നടക്കുന്നത് കാണാൻ എനിക്ക് ഭാഗ്യം കിട്ടിയല്ലോ. അഭിമോനെ, എൻ്റെ മോനെ നീ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. അഭിജിത്ത് മുരളിയേട്ടൻ്റെ മോനായ വിനുവിൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, ഇത് ഇവിടെ തീരുന്നില്ല. വിനു നല്ല വിദ്യാഭ്യാസമുള്ളവനാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. നീ മിടുക്കനല്ലേ? അവന് വേണ്ടത് ഒരു ജോലിയാണിനി. എൻ്റെ IT കമ്പനിയിൽ നിനക്ക് നല്ലൊരു ജോലി ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇത് കേട്ട് മുരളിയേട്ടൻ വിശ്വസിക്കാനാവാതെ അഭിജിത്തിനെ നോക്കി. ഗ്രാമത്തിലെ ചെളിപുരണ്ട വഴികളിലൂടെ പാൽ വിൽക്കാൻ അച്ഛനെ സഹായിച്ചിരുന്ന ആ പയ്യൻ ഇന്ന് വലിയൊരു IT കമ്പനിയുടെ എക്സിക്യൂട്ടീവായി ചാർജ് എടുക്കുകയാണ്. ഓഫീസിലെ ജീവനക്കാർ എല്ലാവരും കയ്യടിയോടെ അവനെ സ്വീകരിച്ചു. മാസങ്ങൾക്ക് ശേഷം മുരളിയേട്ടന്റെ പഴയ ആ വീടിരുന്ന സ്ഥലത്ത് ഇപ്പോൾ തലയുയർത്തി നിൽക്കുന്നത് അതിമനോഹരമായ ഒരു പുതിയ 2 നില വീടാണ്. മുരളി നിലയം എന്ന ആ വീടിന് പേരിട്ടിരിക്കുന്നു. നാട് മുഴുവൻ ആഘോഷത്തിലാണ്. ആ ഗ്രാമം മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു ഉത്സവമായിരുന്നു അന്ന്. തോരണങ്ങൾ കൊണ്ട് വീട് അലങ്കരിച്ചിരിക്കുന്നു.
നാട്ടുകാർ മുഴുവൻ അവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. എല്ലാവരുടെയും മുഖത്ത് സന്തോഷം. മുറ്റത്ത് വലിയ ചെമ്പുകളിൽ സദ്യ ഒരുങ്ങുന്നു. ആ ഗ്രാമത്തിലെ പാവപ്പെട്ടവനും പണക്കാരനും എന്ന വ്യത്യാസമില്ലാതെ എല്ലാവർക്കും അവിടെ വിരുന്നൊരുക്കിയിരുന്നു. ഈ ആഘോഷങ്ങൾക്കിടയിൽ വെള്ള ഷർട്ടും മുണ്ടുമുടുത്ത് എല്ലാവർക്കും ആഹാരം വിളമ്പാനും വിശേഷങ്ങൾ ചോദിക്കാനും ഓടി നടക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ അഭിജിത്ത് തന്നെയായിരുന്നു. ഒരു വലിയ ബിസിനസ്സുകാരൻ എന്ന ജാടയൊന്നുമില്ലാതെ മുരളിയേട്ടന്റെ സ്വന്തം മകനായി അവൻ അവിടെ ഉണ്ടായിരുന്നു. ആ ആൾക്കൂട്ടത്തിനിടയിൽ തലകുനിച്ച് ആരും ശ്രദ്ധിക്കാതെ ഒരാൾ നിൽപ്പുണ്ടായിരുന്നു. നമ്മുടെ പലിശക്കാരൻ ദാമോദരൻ. കുറച്ചു നാൾ മുമ്പ് ആധിപത്യം കാട്ടിയിരുന്ന ആ പഴയ ഗമയൊന്നും ഇന്നില്ല. തന്റെ അധർമ്മത്തിന് മുന്നിൽ ആ 10 രൂപയുടെ നന്മ ജയിച്ചു കയറിയത് കണ്ടപ്പോൾ അയാൾക്കാകെ തളർച്ച തോന്നി. ഒരിടത്തൊതുങ്ങി നിന്നിരുന്ന ദാമോദരന്റെ അടുത്തേക്ക് അഭിജിത്ത് പതുക്കെ നടന്നു ചെന്നു. ദാമോദരൻ പേടിയോടെ എഴുന്നേറ്റു. ഇരിക്കൂ ദാമോദരൻ സാറേ. അന്ന് മുരളിയമ്മാവനോട് പറഞ്ഞത് ഓർമ്മയുണ്ടോ? അമ്മാവന്റെ മുഖം കാണുന്നത് തന്നെ ശകുനം കേടാണെന്ന്. പക്ഷേ ഇന്ന് നോക്കൂ, ഇത്രയും പേർ ഈ സദ്യ കഴിക്കുന്നത് അദ്ദേഹത്തിന്റെ മുഖത്തെ സന്തോഷം കണ്ടിട്ടാണ്. ഇതും പറഞ്ഞ് അഭിജിത്ത് ദാമോദരനെ ഭക്ഷണം കഴിക്കാനായിട്ട് ക്ഷണിച്ചു. ദാമോദരന്റെ കണ്ണുകൾ നിറഞ്ഞു. പലിശയും പണവും കൊണ്ട് താൻ നേടിയതിനേക്കാൾ വലിയൊരു സാമ്രാജ്യം ആ പാൽക്കാരൻ സ്നേഹം കൊണ്ട് നേടിയെടുത്തത് അയാൾ തിരിച്ചറിഞ്ഞു. ദാരിദ്ര്യം കൊണ്ട് മുരളിയേട്ടൻ തോറ്റുപോയി എന്ന് കരുതിയ ദാമോദരന് തെറ്റി. നന്മയുടെ വിത്തുകൾ പാകുന്നവർക്ക് എന്നും സ്നേഹത്തിന്റെ വിളവെടുപ്പുണ്ടാകും. ദാമോദരന്റെ തകർന്നുപോയ അഹങ്കാരത്തിന് മുകളിൽ മുരളിയേട്ടന്റെ നന്മയുടെ ആ 2 നില വീട് ഇന്ന് തലയുയർത്തി നിൽക്കുന്നു. ഓർത്തിരിക്കുക, കയ്യിലുള്ള അവസാന 10 രൂപ കൊണ്ട് മറ്റൊരാളെ സഹായിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ ലോകത്തിൽ ഏറ്റവും വലിയ ധനികൻ നിങ്ങളാണ്. ദൈവം നിങ്ങളെ ഒരിക്കലും പട്ടിണിക്കിടില്ല. കാരണം മുരളിയേട്ടന്മാരെ കാക്കാൻ എന്നും അഭിജിത്തിനെ പോലെയുള്ളവരെ ദൈവം അയച്ചിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മിസ്സാകാതിരിക്കാൻ ആ ബെൽ ബട്ടൺ കൂടി അമർത്തുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുകയും വേണം. താങ്ക് യു ഫോർ വാച്ചിങ്.